പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിൽ വിവാദം. ഇടുക്കി മുതലക്കോടം സെയിന്റ് ജോർജ് ഫെറോന പള്ളിയിൽ മോദിയുടെ പിറന്നാൾ ആഘോഷിക്കുമെന്ന ബിജെപിയുടെ പോസ്റ്റർ നിഷേധിച്ച് ഇടവക വികാരി രംഗത്തെത്തി. ഇടവക അറിയാതെയാണ് പോസ്റ്റർ അച്ചടിച്ചതെന്ന് വികാരി പറഞ്ഞു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിലെ പള്ളിയിൽ ബിജെപി പോസ്റ്റർ പതുക്കിയായിരുന്നു. പള്ളിയുടെ ഏത് ഭാഗത്താണ് ഈ പോസ്റ്ററുകൾ വന്നത്? ഈ പോസ്റ്റർ ഇപ്പോൾ പള്ളിയുടെ അറിവോടെയല്ല എന്ന് ഇടവക വികാരി പറയുകയാണ്. സ്മൃതി, നരേന്ദ്രമോദിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി. ആഘോഷ പരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് മുതലക്കോടത്തുള്ള പള്ളിയിൽ ആഘോഷ പരിപാടികൾ നടക്കും. ആദ്യം കുർബാനയും അതിനുശേഷം കേക്ക് കട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ നടക്കുമെന്നായിരുന്നു ബി.ജെ.പി. പുറത്തിറക്കിയ പോസ്റ്ററിൽ പറയുന്നത്. ഇത് ബി.ജെ.പി. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സംഭവം വിവാദമാവുകയും ചെയ്തത്. അതിന് പിന്നാലെ, അതായത് ഇന്ന് രാവിലെ 7 മണിക്ക് തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഈ ആഘോഷ പരിപാടികൾ നടക്കും. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷോൺ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. ഇത് വിവാദമായതോടെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി ഇടവക തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇടവക പറയുന്നതനുസരിച്ച് ഇത് പള്ളിയുമായി ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ബി.ജെ.പി. പുറത്തിറക്കിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ആഘോഷ പരിപാടികളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമോ ഈ ഇടവകയ്ക്ക് ഇല്ല എന്നാണ് ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. ഇത് പൂർണ്ണമായും ഈ ആഘോഷ പരിപാടികൾ തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇത് തങ്ങളോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ ഈ പള്ളിയിൽ ഈ പരിപാടി നടന്നിട്ടില്ല എന്ന വിശദീകരണങ്ങൾ കൂടിയാണ് പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണെങ്കിലും സംഭവം വിവാദമായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ബി.ജെ.പി. ഇപ്പോൾ ഇതിനോട് എന്താണ് പ്രതികരിക്കുന്നത് രാഹുൽ? സ്മൃതി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പറയുന്നത് ഈ കുർബാന നടത്താനുള്ള പണം ഈ പള്ളിയിൽ അടച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ബി.ജെ.പി. ഇതുവരെയും തയ്യാറായിട്ടില്ല. ഷോൺ ജോർജ് ആയിരുന്നു ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നില്ല. പ്രാദേശികമായിട്ടുള്ള ബി.ജെ.പിയുടെ നേതാക്കളാണ് ഈ പള്ളിയിൽ എത്തിയത്. പക്ഷേ പള്ളിയുടെ അകത്ത് കയറിയുള്ള ആഘോഷ പരിപാടികളിലേക്കോ അല്ലെങ്കിൽ ഈ കുർബാന ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ബി.ജെ.പി. പ്രവർത്തകരെ അനുവദിച്ചില്ല എന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. എന്നാൽ നിർബന്ധിത പിറന്നാൾ ആഘോഷം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം ഇടുക്കി മുതലക്കോടം സെയിന്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടത്താൻ ഉള്ള ബിജെപിയുടെ ആലോചനയാണ് ഇപ്പോൾ ഇടവക വികാരി തള്ളിയിരിക്കുന്നത്. ബിജെപിയുടെ പോസ്റ്റർ അത് നിഷേധിക്കുകയാണ് ഇടവക വികാരി. ഇടവക അറിയാതെയാണ് ഇങ്ങനൊരു പോസ്റ്റർ അച്ചടിച്ചതെന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു.